ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബട്ടർ പുഡിംഗ് ആണ്. നല്ല ടേസ്റ്റുള്ള പുഡിംഗ് ആണ് കേട്ടോ ഇത്. ഇതിലേക്ക് വേണ്ടി 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇതൊരു 10-15 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ഒരു പാനിൽ 1/2 ലിറ്റർ പാലൊഴിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കുതിരാൻ വെച്ച ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഒരു 80 ഗ്രാമോളം ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര, കുറച്ച് മിൽക്ക് മെയ്ഡ് ഇവ കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ മൈദയാണ്. ഈ മൈദ നമുക്ക് കുറച്ച് വെള്ളത്തിൽ നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇനി ഈ മിക്സാക്കിയ മൈദ നമുക്ക് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൈദ വെള്ളത്തിൽ മിക്സാക്കിയിട്ട് തന്നെ വേണം കേട്ടോ ഒഴിക്കാൻ. നേരിട്ട് ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കരുത്. ഇട്ട് കൊടുത്താൽ ഇത് കട്ട പിടിച്ചു പോകും. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ തിളച്ച് വരട്ടെ. ഇത് നല്ല ക്രീമി ആയൊരു പുഡിംഗ് ആണ് കേട്ടോ. ബട്ടറും മൈദയും കൂടി ആകുമ്പോഴേക്കും നല്ല ക്രീമി ടെക്സ്ചർ കിട്ടും. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നമുക്കൊരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബദാമും ക്രാൻബെറിയും പുഡിങ്ങിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ക്രീമിയായി ബട്ടർ പുഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന കാര്യം ഉറപ്പാണ്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അബുദാബിയിൽ പഠിച്ച് പണം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക.